വചനമേ നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം. ഉൽപ്പത്തി പുസ്തകം 46-ാം അധ്യായം. ഇസ്രായേൽ തനിക്കുള്ള സകലതിനോടുമൊപ്പം യാത്ര തിരിച്ചു ബേർഷെബായിലേക്ക് വന്നു. അപ്പോൾ അദ്ദേഹം തന്റെ പിതാവായ ഇസഹാക്കിന്റെ ദൈവത്തിന് ബലികൾ സമർപ്പിച്ചു. നിശാദർശനങ്ങളിലൂടെ ദൈവം ഇസ്രായേലിനോട് സംസാരിച്ചു. അവിടുന്ന് വിളിച്ചു, യാക്കോബേ, യാക്കോബേ. ഇതാ ഞാൻ, അദ്ദേഹം പറഞ്ഞു. അവിടുന്ന് പറഞ്ഞു, ഞാൻ ദൈവമാണ്, നിന്റെ പിതാവിന്റെ ദൈവം. ഈജിപ്തിലേക്ക് പോകുന്നത് കൊണ്ട് നീ ഭയപ്പെടേണ്ട, കാരണം അവിടെ ഞാൻ നിന്നെ ഒരു വലിയ ജനതയാക്കി സ്ഥാപിക്കും. ഞാൻ നിന്നോടൊപ്പം ഈജിപ്തിലേക്ക് ഇറങ്ങി വരും. നിന്നെ ഞാൻ ഉത്തരോത്തരം ഉയർത്തും. ജോസഫ് നിന്റെ കണ്ണുകളിൽ തന്റെ കൈ വയ്ക്കും. ബേർഷെബായിൽ നിന്ന് യാക്കോബ് എഴുന്നേറ്റു. ഇസ്രായേലിന്റെ മക്കൾ തങ്ങളുടെ പിതാവായ യാക്കോബിനെയും കുഞ്ഞുങ്ങളെയും ഭാര്യമാരെയും അദ്ദേഹത്തെ കൊണ്ടുവരാൻ ഫറവോ കൊടുത്തയച്ചിരുന്ന വാഹനങ്ങളിൽ കയറ്റി. തങ്ങളുടെ കന്നുകാലികളും കാനാൻ നാട്ടിൽ തങ്ങൾ സമ്പാദിച്ച വസ്തുവകകളും അവർ കൂടെയെടുത്തു. യാക്കോബും അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിന്റെ ഓരോ സന്തതിയും ഈജിപ്തിലേക്ക് പോയി. സ്വപുത്രന്മാരെയും തന്നോടൊപ്പമുള്ള പുത്രന്മാരുടെ പുത്രന്മാരെയും സ്വപുത്രിമാരെയും പുത്രന്മാരുടെ പുത്രിമാരെയും അങ്ങനെ തന്റെ ഓരോ സന്തതിയെയും അദ്ദേഹം തന്നോടൊപ്പം ഈജിപ്തിലേക്ക് കൊണ്ടുപോയി. ഈജിപ്തിലേക്ക് പോയ ഇസ്രായേലിയരുടെ, അതായത് യാക്കോബിന്റെയും അവന്റെ മക്കളുടെയും പേരുകൾ ഇവയാണ്. യാക്കോബിന്റെ ആദ്യജാതൻ റൂബൻ. റൂബന്റെ പുത്രന്മാർ ഹനോക്ക്, പല്ലു, ഹെസ്രോൻ, കർമ്മി എന്നിവർ. ഷിമയോന്റെ പുത്രന്മാർ യമുവേൽ, യാമീൻ, ഓഹദ്, യാക്കിൻ, സോഹാർ, കാനാൻകാരിയുടെ മകൻ സാവൂൾ. ലേവിയുടെ പുത്രന്മാർ ഗർഷോൻ, കൊഹാത്ത്, മെറാറി. യൂദായുടെ പുത്രന്മാർ ഏർ, ഓനാൻ, ഷേല, പേരസ്, സേറഹ്. ഏറും ഓനാനും കാനാൻ ദേശത്ത് വെച്ച് മരിച്ചിരുന്നു. പേരസിന്റെ പുത്രന്മാരായിരുന്നു ഹെസ്രോൻ, ഹാമൂൽ എന്നിവർ. ഇസാക്കറിന്റെ പുത്രന്മാർ തോല, ഫൂവ, യോബ്, ഷിമ്രോൻ. സെബളൂനിന്റെ പുത്രന്മാർ സേറദ്, ഏലോൻ, യഹ്ലേൽ. ഇവരും ദീന എന്ന യാക്കോബിന്റെ പുത്രിയും പാദാൻ ആരാമിൽ വെച്ച് ലയ പ്രസവിച്ച അവന്റെ മക്കളാണ്. അവന്റെ പുത്രന്മാരും അവന്റെ പുത്രിമാരും ആകെ 33 ആളുകൾ. ഗാദിന്റെ പുത്രന്മാർ സിഫ്യോൻ, ഹഗ്ഗി, ഷൂനി, എസ്ബോൻ, ഏരി, അരോദി, അരേലി. ആശേറിന്റെ പുത്രന്മാർ ഇംന, ഇഷ്വ, ഇഷ്വി, ബെറിയ, അവരുടെ സഹോദരി സേറഹ്. ബെറിയായുടെ പുത്രന്മാർ ഹേബർ, മൽക്കിയേൽ. ലാബാൻ തന്റെ മകളായ ലേയായ്ക്ക് പരിചാരികയായി കൊടുത്ത സിൽഫായുടെ മക്കളാണിവർ. അവൾ യാക്കോബിന് വേണ്ടി ഈ 16 പേരെ പ്രസവിച്ചു. യാക്കോബിന്റെ ഭാര്യയായ റാഹേലിന്റെ മക്കളാണ് ജോസഫും ബെഞ്ചമിനും. ഓനിലെ പുരോഹിതനായ പൊത്തിഫറായുടെ പുത്രി അസ്നത്ത് ജോസഫിന് വേണ്ടി ഈജിപ്തിൽ വെച്ച് മനാസെ, എഫ്രായിം എന്നിവരെ പ്രസവിച്ചു. ബെഞ്ചമിന്റെ പുത്രന്മാർ ബേല, ബേക്കർ, അഷ്ബേൽ, ഗേര, നാമാൻ, ഏഹി, റോഷ്, മുപ്പിം, ഹുപ്പിം, ആർത്ത്. ഇവർ യാക്കോബിന് റാഹേലിൽ ജനിച്ച മക്കളാണ്. ആകെ 14 പേർ. ദാനിന്റെ മക്കളാണ് ഹുഷ്യർ. നഫ്താലിയുടെ പുത്രന്മാർ യഹ്സേൽ, ഗൂനി, യേസർ, ഷില്ലേം. ലാബാൻ തന്റെ മകളായ റാഹേലിന് പരിചാരികയായി കൊടുത്ത ബിൽഹായുടെ പുത്രന്മാരാണിവർ. യാക്കോബിന് വേണ്ടി അവൾ ഇവരെ പ്രസവിച്ചു. ആകെ 7 പേർ. പുത്രന്മാരുടെ ഭാര്യമാരെ കൂടാതെ യാക്കോബിനോടൊപ്പം ഈജിപ്തിലേക്ക് തിരിച്ച യാക്കോബിൽ നിന്ന് തന്നെ ഉടലെടുത്ത മക്കൾ ആകെ 66 പേരാണ്. ജോസഫിന്റെ പുത്രന്മാർ ഈജിപ്തിൽ അവന് ജനിച്ച 2 പേർ. അങ്ങനെ ഈജിപ്തിലേക്ക് വന്ന യാക്കോബിന്റെ കുടുംബത്തിൽപ്പെട്ട ആകെ ആളുകൾ 70 പേരാണ്.
തനിക്ക് മുമ്പേ ഗോഷനിലേക്ക് നയിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ജോസഫിന്റെ പക്കലേക്ക് മുൻകൂറായി യൂദായെ അയച്ചു. അവർ ഗോഷൻ പ്രദേശത്തേക്ക് വന്നു. ജോസഫ് തന്റെ രഥമൊരുക്കി തന്റെ പിതാവായ ഇസ്രായേലിനെ എതിരേൽക്കാനായി ഗോഷനിലേക്ക് ചെന്നു. അവൻ അദ്ദേഹത്തിന്റെ അടുത്തെത്തി ആശ്ലേഷിച്ചു. അദ്ദേഹത്തിന്റെ തോളിൽ അവൻ തുടരെ കണ്ണീരൊഴുക്കി. ഇസ്രായേൽ ജോസഫിനോട് പറഞ്ഞു, ഒടുവിൽ നിന്റെ മുഖം ഞാൻ കണ്ടു കഴിഞ്ഞിരിക്കെ ഞാൻ മരിച്ചു കൊള്ളട്ടെ, നീ ഇനിയും ജീവനോടിരിക്കുന്നുവല്ലോ. ജോസഫ് തന്റെ സഹോദരന്മാരോടും തന്റെ പിതൃകുടുംബത്തോടുമായി പറഞ്ഞു, ഞാൻ പോയി ഫറവോയോട് വിവരിക്കട്ടെ. അദ്ദേഹത്തോട് ഞാൻ പറയാം, കാനാൻ ദേശത്തായിരുന്ന എൻ്റെ സഹോദരന്മാരും പിതൃകുടുംബം മുഴുവനും എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഈ ആളുകൾ മൃഗങ്ങളെ മേയ്ക്കുന്നവരാണ്, അതായത് കന്നുകാലി വളർത്തുകാരാണ്. അവരുടെ ആടുമാടുകളും അവർക്കുള്ളതൊക്കെയും അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഫറവോ നിങ്ങളെ വിളിച്ച് നിങ്ങളുടെ തൊഴിലുകൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പറയണം, അങ്ങയുടെ ദാസന്മാർ ഞങ്ങളെപ്പോലെ തന്നെ ഞങ്ങളുടെ പൂർവികരും ഞങ്ങളുടെ ചെറുപ്പം മുതൽ ഇപ്പോൾ വരെ കന്നുകാലി വളർത്തുകാരാണ്. അങ്ങനെയെങ്കിലേ നിങ്ങൾക്ക് ഗോഷൻ നാട്ടിൽ പാർക്കാനൊക്കൂ. കാരണം ആടുമേയിക്കുന്ന എല്ലാവരും ഈജിപ്തുകാർക്ക് മ്ലേച്ഛരാണ്. ഉൽപ്പത്തി പുസ്തകം 47-ാം അധ്യായം. ജോസഫ് ചെന്ന് ഫറവോയോട് വിവരിച്ചു, എന്റെ പിതാവും സഹോദരന്മാരും അവരുടെ ആടുമാടുകളും അവർക്കുള്ള സകലതും കാനാൻ ദേശത്ത് നിന്ന് എത്തിച്ചേർന്നിരിക്കുന്നു. അവരിതാ ഗോഷൻ ദേശത്തുണ്ട്. അവൻ തന്റെ സഹോദരന്മാർക്കിടയിൽ നിന്ന് 5 പേരെ തിരഞ്ഞെടുത്ത് അവരെ ഫറവോയുടെ മുൻപിൽ കൊണ്ടുചെന്നു. അവന്റെ സഹോദരന്മാരോട് ഫറവോ ചോദിച്ചു, നിങ്ങളുടെ തൊഴിലുകൾ എന്തൊക്കെയാണ്? അവർ ഫറവോയോട് പറഞ്ഞു, അങ്ങയുടെ ദാസർ ഞങ്ങളെ പോലെ തന്നെ ഞങ്ങളുടെ പൂർവികരും മൃഗങ്ങളെ മേയ്ക്കുന്നവരാണ്. തുടർന്ന് അവർ പറഞ്ഞു, ഇവിടെ തൽക്കാലവാസത്തിനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. എന്തെന്നാൽ കാനാൻ ദേശത്ത് ക്ഷാമം രൂക്ഷമായതുകൊണ്ട് അങ്ങയുടെ ദാസരുടെ കാലിക്കൂട്ടത്തിന് തീറ്റയില്ലാതായിരിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ അങ്ങയുടെ ദാസർ ഗോഷൻ ദേശത്ത് കുടിപ്പാർക്കാൻ ദയ ചെയ്യണമേ. അപ്പോൾ ഫറവോ ജോസഫിനോട് ഇപ്രകാരം പറഞ്ഞു, നിന്റെ പിതാവും നിന്റെ സഹോദരന്മാരും നിന്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണല്ലോ. ഈജിപ്ത് നാട് നിനക്ക് മുമ്പിലുണ്ട്. നാടിന്റെ മെച്ചപ്പെട്ട ഭാഗത്ത് നിന്റെ പിതാവിനെയും നിന്റെ സഹോദരന്മാരെയും പാർപ്പിക്കുക. അവർ ഗോഷൻ ദേശത്ത് താമസിക്കട്ടെ. അവരിൽ കാര്യശേഷിയുള്ളവരുണ്ടെന്ന് നിനക്കറിയാമെങ്കിൽ അവരെ എന്റെ കന്നുകാലിക്കൂട്ടത്തിന്റെ മേലാളന്മാരായി നിയോഗിക്കുക. അതിനുശേഷം ജോസഫ് തന്റെ പിതാവായ യാക്കോബിനെ വരുത്തി ഫറവോയുടെ മുൻപിൽ നിർത്തി. യാക്കോബ് ഫറവോയെ അനുഗ്രഹിച്ചു. താങ്കളുടെ ആയുഷ്കാല സംവത്സരങ്ങൾ എത്രയാണ്? ഫറവോ യാക്കോബിനോട് ചോദിച്ചു. എന്റെ ദേശാന്തരവാസക്കാലം 130 വർഷമാണ്. ഹ്രസ്വമെങ്കിലും ദുരിതപൂർണമായിരുന്നു എന്റെ ആയുഷ്കാല സംവത്സരങ്ങൾ. എന്നാൽ എന്റെ പിതാക്കന്മാരുടെ ദേശാന്തരവാസക്കാലത്തിലെ അവരുടെ ആയുഷ്കാല സംവത്സരങ്ങളെ അവ മറികടന്നിട്ടില്ല. ഫറവോയെ അനുഗ്രഹിച്ച ശേഷം യാക്കോബ് ഫറവോയുടെ സന്നിധിയിൽ നിന്ന് പോയി. ഫറവോ കൽപ്പിച്ചതുപോലെ ഈജിപ്ത് നാട്ടിലെ മെച്ചപ്പെട്ട ഒരു പ്രദേശം റംസേസ് നാട്ടിൽ അവകാശമായി നൽകി. ജോസഫ് തന്റെ പിതാവിനെയും സഹോദരന്മാരെയും അധിവസിപ്പിച്ചു. ജോസഫ് തന്റെ പിതാവിനും സഹോദരന്മാർക്കും തന്റെ പിതൃഭവനം മുഴുവനും ആശ്രിതരുടെ എണ്ണമനുസരിച്ച് ആഹാരം കൊടുത്തു പോന്നു. ക്ഷാമം ഏറെ രൂക്ഷമായിരുന്നതിനാൽ നാട്ടിലെങ്ങും ആഹാരമില്ലാതായി. ഈജിപ്ത് ദേശവും കാനാൻ ദേശവും ക്ഷാമം മൂലം വലഞ്ഞു. ഈജിപ്ത് ദേശത്തും കാനാൻ ദേശത്തും ലഭ്യമായ പണം മുഴുവൻ അവർ വാങ്ങിയ ധാന്യത്തിന് വിലയായി ജോസഫ് ശേഖരിച്ചു. ആ പണം അവൻ ഫറവോയുടെ ഭവനത്തിലേക്ക് മുതൽ കൂട്ടി. ഈജിപ്ത് ദേശത്തും കാനാൻ ദേശത്തുമുള്ള പണം തീർന്നപ്പോൾ ഈജിപ്തുകാരെല്ലാം ജോസഫിന്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് ആഹാരം തരിക. പണം തീർന്നെന്ന കാരണത്താൽ ഞങ്ങൾ എന്തിന് അങ്ങയുടെ മുൻപിൽ മരിക്കണം? ജോസഫ് പറഞ്ഞു, പണം തീർന്നെങ്കിൽ നിങ്ങളുടെ കന്നുകാലികളെ തരുവേൻ. നിങ്ങളുടെ കന്നുകാലികൾക്ക് വിലയായി ഞാൻ നിങ്ങൾക്കത് തരാം. തങ്ങളുടെ കന്നുകാലികളെ അവർ ജോസഫിന്റെ അടുത്ത് കൊണ്ടുവന്നു. കുതിരകൾക്കും ആട്ടിൻപറ്റത്തിനും കന്നുകാലി കൂട്ടത്തിനും കഴുതകൾക്കും വിലയായി ജോസഫ് അവർക്ക് ആഹാരം കൊടുത്തു. അവൻ അവരുടെ കന്നുകാലികൾക്കെല്ലാം വിലയായി
അവർക്ക് ആ വർഷത്തേക്ക് ആഹാരം വിതരണം ചെയ്തു. ആ വർഷം അവസാനിച്ച് 2-ാം വർഷം അവർ അവന്റെ അടുത്ത് ചെന്ന് അവനോട് പറഞ്ഞു, പണം തീർന്ന കാര്യം യജമാനനിൽ നിന്ന് ഞങ്ങൾ മറച്ചു വെക്കുന്നില്ല. മൃഗസമ്പത്ത് യജമാനന്റേതായി. യജമാന സമക്ഷം ഞങ്ങളുടെ ദേഹവും നിലവുമല്ലാതെ ഞങ്ങൾക്കിനി ഒന്നും അവശേഷിക്കുന്നില്ല. ഞങ്ങൾ എന്തിനു മരിക്കണം? ഞങ്ങളും ഞങ്ങളുടെ നിലവും അങ്ങയുടെ കൺമുൻപിലുണ്ട്. ആഹാരത്തിന് വിലയായി ഞങ്ങളുടെ നിലം വാങ്ങിയാലും ഞങ്ങളും ഞങ്ങളുടെ നിലവും ഫറവോയ്ക്ക് അടിമകളായിരിക്കും. ഞങ്ങൾ മരിക്കാതെ ജീവിച്ചു പോകാനും നിലം തരിശമാകാതിരിക്കാനും വേണ്ടി വിത്ത് തന്നാലും. അങ്ങനെ ജോസഫ് ഈജിപ്തുകാരുടെ നിലം മുഴുവൻ ഫറവോയ്ക്ക് വേണ്ടി വാങ്ങി. എന്തെന്നാൽ ക്ഷാമം തങ്ങളുടെ മേൽ ശക്തി പ്രാപിച്ചപ്പോൾ ഈജിപ്തുകാരെല്ലാവരും തങ്ങളുടെ വയൽ വിറ്റു. അങ്ങനെ നാട് ഫറവോയുടേതായി. ജനത്തെ ആകട്ടെ ഈജിപ്തിന്റെ അതിർത്തിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ അവൻ പട്ടണങ്ങളിലേക്ക് ഒഴിപ്പിച്ചു. പുരോഹിതന്മാർക്കായി ഒരു വിഹിതം ഫറവോയിൽ നിന്ന് ഉണ്ടായിരുന്നതിനാൽ പുരോഹിതന്മാരുടെ നിലം മാത്രം അവൻ വാങ്ങിയില്ല. അവരാകട്ടെ ഫറവോ അവർക്ക് നൽകിയിരുന്ന അവരുടെ വിഹിതം ഭക്ഷിച്ചു പോന്നു. അതിനാൽ അവർ തങ്ങളുടെ നിലം വിറ്റില്ല. ജോസഫ് ജനങ്ങളോട് പറഞ്ഞു, നോക്കൂ, ഇന്ന് ഞാൻ നിങ്ങളെയും നിങ്ങളുടെ നിലവും ഫറവോയ്ക്കായി വാങ്ങിയിരിക്കുന്നു. ഇതാ നിങ്ങൾക്കുള്ള വിത്ത്. നിങ്ങൾക്ക് നിലം വിതയ്ക്കാം. വിളവുണ്ടാകുമ്പോൾ 5-1 നിങ്ങൾ ഫറവോയ്ക്ക് കൊടുക്കണം. 4 ഭാഗം നിങ്ങൾക്ക് വയൽ വിത്തിനും നിങ്ങളുടെ ഭക്ഷണത്തിനുമാണ്. നിങ്ങളുടെ വീട്ടിലുള്ളവരുടെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെയും ഭക്ഷണത്തിന് വേണ്ടിയുള്ളത്. അവർ പറഞ്ഞു, അങ്ങ് ഞങ്ങളുടെ ജീവൻ കാത്തു. ഞങ്ങൾ യജമാനന്റെ ദൃഷ്ടിയിൽ പ്രീതി കണ്ടെത്തട്ടെ. ഞങ്ങൾ ഫറവോയ്ക്ക് അടിമകളായിരിക്കും. അങ്ങനെ ജോസഫ് ഈജിപ്തിലെ നിലം സംബന്ധിച്ച് ഇന്നും പ്രാബല്യത്തിലുള്ള 5-1 ഫറവോയ്ക്ക് എന്നൊരു നിയമം നടപ്പാക്കി. പുരോഹിതന്മാരുടെ നിലം മാത്രം അവരുടേത് മാത്രമായി. അത് ഫറവോയുടേതായില്ല. ഇസ്രായേൽ ഈജിപ്ത് നാട്ടിലെ ഗോശൻ ദേശത്ത് പാർത്തു. അവർ അതിൽ അവകാശം സ്ഥാപിച്ചു, ഏറെ പെറ്റുപെരുകുകയും ചെയ്തു. യാക്കോബ് ഈജിപ്ത് നാട്ടിൽ 17 വർഷം ജീവിച്ചു. യാക്കോബിന്റെ ആയുഷ് കാലം 147 വർഷമായിരുന്നു. ഇസ്രായേലിന്റെ മരണത്തിനുള്ള ദിവസങ്ങൾ അടുത്തപ്പോൾ അദ്ദേഹം തന്റെ മകൻ ജോസഫിനെ വിളിച്ച് അവനോട് പറഞ്ഞു, ഞാൻ നിന്റെ ദൃഷ്ടികളിൽ പ്രീതി കണ്ടെത്തിയെങ്കിൽ നിന്റെ കൈ എന്റെ തുടയുടെ കീഴിൽ വെച്ചാലും എന്നോട് കരുണയോടെയും വിശ്വസ്തയോടെയും പ്രവർത്തിക്കണം. ദയചെയ്ത് എന്നെ ഈജിപ്തിൽ സംസ്കരിക്കരുത്. ഞാൻ എന്റെ പിതാക്കന്മാരോടൊപ്പം കിടക്കുമ്പോൾ എന്നെ ഈജിപ്തിൽ നിന്ന് സംവഹിച്ച് അവരുടെ കുഴിമാടത്തിൽ സംസ്കരിക്കണം. അവൻ പറഞ്ഞു, അങ്ങയുടെ വാക്കുപോലെ ഞാൻ ചെയ്തു കൊള്ളാം. എന്നോട് ശപഥം ചെയ്യുക. അദ്ദേഹം പറഞ്ഞു. അവൻ അദ്ദേഹത്തോട് ശപഥം ചെയ്തു. അപ്പോൾ ഇസ്രായേൽ കട്ടിൽ തലയ്ക്കൽ കുമ്പിട്ടു. 36-ാം സങ്കീർത്തനം. ദുഷ്ടന്റെ ഹൃദയാന്തർഭാഗത്ത് അതിക്രമം മന്ത്രിക്കുന്നു. അവന്റെ കൺമുൻപിൽ ദൈവഭീതിയില്ല. എന്തെന്നാൽ സ്വന്തം കുറ്റം കണ്ടുപിടിച്ച് വെറുക്കുന്ന കാര്യത്തിൽ സ്വന്തം ദൃഷ്ടിയിൽ തന്റെ നേർക്ക് അവൻ ലാഘവം പുലർത്തുന്നു. അവന്റെ അധരമൊഴികൾ കുഴപ്പവും ചതിയുമാണ്. വിവേകമതിയായി നന്മ ചെയ്യുന്നത് അവൻ നിർത്തിയിരിക്കുന്നു. തന്റെ കിടക്കയിൽ അവൻ ദ്രോഹം ആസൂത്രണം ചെയ്യുന്നു. അവൻ നന്മയല്ലാത്ത വഴിയിൽ നിലയുറപ്പിക്കുന്നു. അവൻ തിന്മ നിരാകരിക്കുന്നില്ല. കർത്താവെ, അങ്ങയുടെ കാരുണ്യം ആകാശങ്ങളിലാണ്. അങ്ങയുടെ വിശ്വസ്തത മേഘങ്ങളോളവും. അങ്ങയുടെ നീതി ദിവ്യഗിരികൾ പോലെയും അങ്ങയുടെ ന്യായവിധി അത്യഗാധവുമാണ്. കർത്താവെ, മനുഷ്യനെയും മൃഗത്തെയും അങ്ങ് രക്ഷിക്കുന്നു. ദൈവമേ, അങ്ങയുടെ കാരുണ്യം എത്ര അമൂല്യം. മനുഷ്യമക്കൾ അങ്ങയുടെ ചിറകുകളുടെ തണലിൽ അഭയം തേടുന്നു. അവർ അങ്ങയുടെ ഭവന സമൃദ്ധിയിൽ നിന്ന് വിരുന്നുണ്ണുന്നു. അവിടുത്തെ അഭീഷ്ടങ്ങളുടെ അരുവിയിൽ നിന്ന് അങ്ങ് അവരെ കുടിപ്പിക്കുന്നു. എന്തെന്നാൽ അങ്ങയോടൊത്താണ് ജീവന്റെ ഉറവ. അങ്ങയുടെ പ്രകാശത്തിൽ ഞങ്ങൾ പ്രകാശം കാണും. അങ്ങയെ അറിയുന്നവർക്ക് അങ്ങയുടെ കാരുണ്യം നീട്ടിക്കൊടുക്കണമേ. പരമാർത്ഥ ഹൃദയർക്ക് അങ്ങയുടെ നീതിയും. ഗർവിന്റെ പാദം എന്റെ മേൽ വരാതിരിക്കട്ടെ. ദുഷ്ടരുടെ കൈ എന്നെ ആട്ടി അകറ്റാതിരിക്കട്ടെ. ദുഷ്കർമ്മികൾ അവിടെയാണ് വീണത്. അവർ തള്ളി വീഴ്ത്തപ്പെട്ടിരിക്കുന്നു. എഴുന്നേൽക്കാൻ അവർക്ക് സാധിക്കുകയില്ല. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം
24 അധ്യായം 29 മുതൽ 51 വരെയുള്ള തിരുവചനങ്ങൾ. ആ ദിനങ്ങളിലെ പീഡനത്തിന് ശേഷം പൊടുന്നനെ സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ അതിന്റെ പ്രകാശം തരികയില്ല, നക്ഷത്രങ്ങൾ ആകാശത്തിൽ നിന്ന് നിപതിക്കും, ആകാശശക്തികൾ ഇളകുകയും ചെയ്യും. അപ്പോൾ ആകാശത്തിൽ മനുഷ്യപുത്രന്റെ അടയാളം പ്രത്യക്ഷപ്പെടും. ഭൂമിയിലെ സകല ഗോത്രങ്ങളും വിലപിക്കുകയും മനുഷ്യപുത്രൻ വാനമേഘങ്ങളിൽ ശക്തിയോടും സർവമഹത്വത്തോടും കൂടെ വരുന്നത് കാണുകയും ചെയ്യും. വലിയ കാഹളധ്വനിയോടെ അവൻ തന്റെ ദൂതന്മാരെ അയക്കും. അവർ ആകാശത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ 4 ദിക്കുകളിലും നിന്ന് അവന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ഒരുമിച്ച് കൂട്ടും. അത്തിമരത്തിൽ നിന്ന് നിങ്ങൾ ഒരു ഉപമ പഠിക്കുവേൻ. അതിന്റെ കൊമ്പുകൾ ഇളതാവുകയും തളിർക്കുകയും ചെയ്യുമ്പോൾ വേനൽക്കാലം അടുത്തിരിക്കുന്നെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. അതുപോലെ നിങ്ങളും ഇവയെല്ലാം കാണുമ്പോൾ അവൻ സമീപത്ത് വാതിൽക്കൽ എത്തിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊള്ളുവേൻ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഇവയെല്ലാം സംഭവിക്കുന്നത് വരെ ഈ തലമുറ കടന്നു പോവുകയില്ല. ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ എൻ്റെ വചനങ്ങൾ കടന്നു പോവുകയില്ല. ആ ദിവസത്തെക്കുറിച്ചോ മണിക്കൂറിനെ കുറിച്ചോ പിതാവിനല്ലാതെ മറ്റാർക്കും, സ്വർഗത്തിലെ ദൂതന്മാർക്കോ പുത്രന് പോലുമോ അറിഞ്ഞുകൂടാ. നോഹയുടെ ദിവസങ്ങളിലേതുപോലെ ആയിരിക്കും മനുഷ്യപുത്രന്റെ ആഗമനം. ജലപ്രളയത്തിന് മുമ്പുള്ള ദിവസങ്ങളിൽ നോഹ പെട്ടകത്തിൽ പ്രവേശിച്ച ദിവസം വരെ അവർ തിന്നും കുടിച്ചും വിവാഹം ചെയ്തും ചെയ്യിച്ചും കഴിഞ്ഞു പോന്നു. ജലപ്രളയം വന്ന് സർവരെയും സംഹരിക്കുന്നത് വരെ അവർ ഒന്നും അറിഞ്ഞില്ല. ഇപ്രകാരം തന്നെയായിരിക്കും മനുഷ്യപുത്രന്റെ ആഗമനവും. അപ്പോൾ 2 പേർ വയലിലായിരിക്കും, ഒരാൾ എടുക്കപ്പെടും, മറ്റേയാൾ ഉപേക്ഷിക്കപ്പെടും. 2 സ്ത്രീകൾ തിരികല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കും, ഒരുവൾ എടുക്കപ്പെടും, മറ്റവൾ ഉപേക്ഷിക്കപ്പെടും. ആകയാൽ ജാഗരൂകരായിരിക്കുവൻ. നിങ്ങളുടെ കർത്താവ് ഏത് ദിവസം വരുമെന്ന് നിങ്ങൾ അറിയുന്നില്ല. അതിനാൽ ഇത് നിങ്ങൾ അറിയുവിൻ, കള്ളൻ രാത്രിയുടെ ഏത് യാമത്തിൽ വരുമെന്ന് ഗൃഹനാഥൻ അറിഞ്ഞിരുന്നെങ്കിൽ അവൻ ഉണർന്നിരിക്കുകയും ഭവനഭേദനം ചെയ്യാൻ ഇട കൊടുക്കാതിരിക്കുകയും ചെയ്യുമായിരുന്നു. അതിനാൽ നിങ്ങളും തയ്യാറായിരിക്കണം. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലായിരിക്കും മനുഷ്യപുത്രൻ വരുന്നത്. തന്റെ ഭവനത്തിലുള്ളവർക്ക് കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കാൻ യജമാനൻ നിയോഗിച്ച വിശ്വസ്തനും വിവേകിയുമായ ഭൃത്യൻ ആരാണ്? തന്റെ യജമാനൻ വരുമ്പോൾ അപ്രകാരം ചെയ്യുന്നതായി കാണപ്പെടുന്ന ആ ഭൃത്യൻ ഭാഗ്യവാൻ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, യജമാനൻ അവനെ തന്റെ വസ്തുക്കളുടെയെല്ലാം മേൽനോട്ടക്കാരനാക്കും. എന്നാൽ ദുഷ്ടനായ ഭൃത്യൻ എന്റെ യജമാനൻ താമസിച്ചേ വരൂ എന്ന് ഉള്ളിൽ പറഞ്ഞ് തന്റെ സഹഭൃത്യന്മാരെ മർദ്ദിക്കാനും മദ്യപാന്മാരുടെ കൂടെ ഭക്ഷിക്കാനും പാനം ചെയ്യാനും തുടങ്ങിയാൽ പ്രതീക്ഷിക്കാത്ത ദിവസത്തിലും അറിയാത്ത മണിക്കൂറിലും ആ ഭൃത്യന്റെ യജമാനൻ വന്ന് അവനെ അതിനിഷ്ഠൂരമായി ശിക്ഷിക്കുകയും കപടനാട്യക്കാരുടെ കൂട്ടത്തിൽ തള്ളുകയും ചെയ്യും. അവിടെ കരച്ചിലും പല്ലുകടിയുമായിരിക്കും. ദൈവവചനമേ, നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസം.